നമസ്കാരം കൂട്ടുകാരെ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്തുള്ള ചരിത്ര പ്രധാനമായ പാണ്ഡവൻ പാറയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. വനവാസകാലത്ത് പാണ്ഡവർ ഒളിച്ചു താമസിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഭീമാകാരമായ നിരവധി പാറകൾ കൂട്ടിയിട്ട പോലെയുള്ള ഒരു സ്ഥലമാണിത്. ചെങ്ങന്നൂരിൽ നിന്ന് വളരെ എളുപ്പം എത്തിച്ചേരാൻ കഴിയും. ഏകദേശം 2 കിലോമീറ്റർ ദൂരെ നഗരത്തിന് സമീപം തന്നെയാണ് ഇവിടം. അവിടെ എത്തിച്ചേർന്നാൽ അതിശയകരമായ നിരവധി കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. താമരമുട്ടിൻ്റെയും തവളയുടെയും ആകൃതിയിൽ ഉള്ള പാറകൾ, ഭീമൻ കിടന്നുറങ്ങിയതെന്ന് കരുതപ്പെടുന്ന പാറ, കുട്ടിയാൽ പ്രതിധ്വനി കേൾക്കുന്ന മദ്ദളപ്പാറ എന്നിവ ഇവിടെ കാണാം. ഈ പാറ തന്നെ കണ്ടില്ലേ? ആരോ എടുത്തു വെച്ചതുപോലെ സ്ഥിതി ചെയ്യുന്ന ഈ പാറ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. നമ്മളീ കാണുന്നത് താമരമുട്ടിൻ്റെ ആകൃതിയിലുള്ള പാറയാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഭീമൻ കിടന്നുറങ്ങിയതെന്ന് കരുതപ്പെടുന്ന പാറയും അതിനോട് ചേർന്ന് ഭീമൻ്റെ വെറ്റിലച്ചലം എന്നറിയപ്പെടുന്ന പാറയുമാണ്. ഒരു ഭീമാകാരനായ മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ ഉണ്ടായ പാടുപോലെ അതിപ്പോഴും അവിടെ തെളിഞ്ഞു കിടക്കുന്നു. പാണ്ഡവൻ പാറയിൽ ശ്രീകൃഷ്ണസ്വാമിയുടെയും നാട്ടുടയ സ്വാമിയുടെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ സന്ദർശിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വയ്ക്കാൻ. കാലൊന്ന് വഴുതിപ്പോയാൽ അഗാധമായ കൊക്കയിലേക്കാവും വീഴുക. ഇവിടെ നിന്നും കുറച്ചകലെ കൗരവരുമായി ബന്ധപ്പെട്ട നൂറ്റവൻ പാറ എന്ന് പറഞ്ഞൊരു സ്ഥലവുമുണ്ട്. അവിടേക്കുള്ള യാത്ര പിന്നീടൊരിക്കലാവാം. ഇനി നമ്മൾ പോകുന്നത് നാട്ടുടയ സ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. പടികൾ കുറച്ചിറങ്ങി കുറച്ച് ദൂരം മാറി
നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഏറെ സ്ഥലങ്ങൾ പോകാനുണ്ട്. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും സ്നേഹവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ്.